അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 27ാമത്തെ ദിവസത്തിലാണ് നമ്മളെ എല്ലാവരെയും ചേർത്തിട്ടുള്ളത്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി റമദാനിന്റെ 28ാം രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെ 27ാം രാവായിരുന്നു അല്ലെ. നമ്മളൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. അൽഹംദുലില്ലാഹ്, 27ാം രാവിൽ ചെയ്യേണ്ട അമലുകൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ 27ാം രാവിൽ മാത്രമാക്കരുത് കേട്ടോ. അത് ഇന്നിപ്പോ മഗ്‌രിബോട് കൂടി 28ാം രാവാണ്. നാളെ 29ാം രാവാണ്. 29ാം രാവ് എന്ന് പറഞ്ഞാൽ 27ാം രാവ് പോലെ തന്നെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വളരെയധികം കൈകാര്യം ചെയ്യേണ്ട ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. അല്ലാഹു തആല എന്നാണോ ലൈലത്തുൽ ഖദർ അതിന്റെ മുഴുവൻ പുണ്യങ്ങളും അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ 27ാം രാവായിരുന്നു. നമ്മൾ എല്ലാവരും അൽഹംദുലില്ലാഹ് പുരുഷന്മാരൊക്കെ പള്ളിയിലും സഹോദരിമാർ വീട്ടിലൊക്കെ ഹയാത്താക്കിയ ഒരു രാത്രിയായിരുന്നു. ഒരുപാട് നമ്മൾ പതിവിന് വിപരീതമായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ. അപ്പോ മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ്, ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദർ കിട്ടിയ ആളുകൾ, അതിന്റെ പുണ്യം കരസ്ഥമാക്കിയ ആളുകൾ, അവർക്ക് ചില അടയാളങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണോ അതിന് ആ രാത്രിക്ക് ശേഷമുള്ള പകൽ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടാകും. അപ്പൊ ഞാൻ ചില അടയാളങ്ങളൊക്കെ പറഞ്ഞു തരാം. ഈ അടയാളത്തിൽ ഏതെങ്കിലുമൊക്കെ ഇന്നലെ രാത്രി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ രാവിലെ, ഇന്നത്തെ പ്രഭാതത്തിൽ, ഇന്നത്തെ പകലിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോ, ഇന്നലെ നമുക്ക് ലൈലത്തുൽ ഖദർ ആയിരുന്നു, അതിന്റെ പുണ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നലെയല്ല, മിനിഞ്ഞാന്നാണ് നിങ്ങൾക്ക് ഇതേ അനുഭവം ഉണ്ടായതെങ്കിൽ മിനിഞ്ഞാന്നായിരുന്നു ലൈലത്തുൽ ഖദർ കിട്ടിയത്. ഇനി അതല്ല, 23ാം രാവിലോ അല്ലെങ്കിൽ 25ാം രാവിലോ അല്ലെങ്കിൽ 17ാം രാവിലോ ഒക്കെയാണ് ഇനി പറയുന്ന അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയതെങ്കിൽ, അനുഭവിക്കാൻ പറ്റിയതെങ്കിൽ അന്നായിരുന്നു, ആ തലേ രാത്രിയായിരുന്നു ലൈലത്തുൽ ഖദർ. ഇനി ഇതൊന്നുമില്ല, ഇനി വരുന്ന 29ാം രാവ് അല്ലെങ്കിൽ ഇന്നത്തെ മഗ്‌രിബോട് കൂടി വരുന്ന 28ാം രാവ്, ഇതിലൊക്കെയാണ് ഈ പറയപ്പെടാൻ പോകുന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നതെങ്കിൽ അതാണ് ലൈലത്തുൽ ഖദർ. കേട്ടോ, മനസ്സിലാക്കിക്കോ. ഒന്നാമത്തെ കാര്യം, മഹാന്മാരായ ഉലമാക്കൾ അവർ വിശദീകരിച്ചു തരുന്നു, ഉൽജത്തുൻ സ്വാഫിയ, അതായത് തെളിഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഉണ്ടാവുക. തെളിഞ്ഞ അന്തരീക്ഷമാണ്. തെളിഞ്ഞ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചന്ദ്രൻ ഉണ്ടാവില്ല. ചന്ദ്രൻ ഇങ്ങനെ തെളിഞ്ഞ് 14ാം രാവ് പോലെ ചന്ദ്രൻ ഇങ്ങനെ തെളിഞ്ഞൊന്നും നിൽക്കൂല. പക്ഷെ എന്നാലും ഒരു അന്തരീക്ഷത്തിൽ ഒരു തെളിച്ചം ഉണ്ടാകും. എന്താണ്? കഅബയുടെ മുന്നിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ, കഅബയുടെ മുകളിലും പരിസരത്തുമായി ലക്ഷക്കണക്കിന് മലക്കുകൾ വന്നിറങ്ങുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. മലക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്. അപ്പൊ ആ മലക്കുകൾ, ലക്ഷക്കണക്കിന് മലക്കുകൾ ആകാശ ലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന കാരണത്താൽ അവരുടെ പ്രകാശം കൊണ്ട് ലോകം മുഴുവനും ആ പ്രകാശം ഇങ്ങനെ പ്രതിഫലിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നലത്തെ രാത്രി നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നോ? അതായത് ഇങ്ങനെ തെളിഞ്ഞ രാത്രിയാണോ, അന്തരീക്ഷം തെളിഞ്ഞതാണോ എങ്കിൽ അത് ലൈലത്തുൽ ഖദർ ആയിരുന്നു. രണ്ടാമത്തേത് സാക്കിനത്തുൻ സാജിയ, അതായത് സമാധാനമുള്ള രാത്രിയാണ്. ഇലകൾ പോലും പതിയെ പതിയെയാണ് അനങ്ങുന്നത്, അല്ലെങ്കിൽ ഇലകൾ പോലും അനങ്ങാത്ത, ഈ പട്ടിയുടെ, ഈ നായയുടെ ഓരിയിടൽ പോലും നമുക്ക് കൂടുതലായി കേൾക്കാൻ പറ്റാത്ത, കടൽ ശാന്തമാകുന്ന, കടലിന്റെ തിരമാലകൾ ശാന്തമാകുന്ന, മൊത്തത്തിലൊരു സമാധാനമുള്ള ഒരു രാത്രിയായിരിക്കും ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്നാൽ. ഇന്നലെ അങ്ങനെ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തേത് ലാ ഹാറത്തുൻ വലാ ബാരിദ, അധികമായ തണുപ്പോ അധികമായ ചൂടോ നമുക്ക് അനുഭവപ്പെടാത്ത ഒരു നല്ല ഒരു അന്തരീക്ഷമായിരിക്കും, നല്ല ഒരു ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഉണ്ടാവുക. ഇന്നലെ അങ്ങനെ ആയിരുന്നോ? നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമത്തേത് കാന ഫീഹാ ഖമറൻ സാതിഅ, അതായത് ചന്ദ്രൻ ഉദിച്ചതുപോലെ, ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രകാശം ഈ ഭൂമിയിലേക്ക് അടിച്ചു വീശുമെന്നാണ്. അതുപോലെ തന്നെ വലാ യഹില്ലു ലിനജ്മിൻ ഔ അൻ യുർമാ ബിഹി തിൽക്കൽ ലൈല, അതായത് നക്ഷത്രങ്ങൾ
ആ നക്ഷത്രങ്ങളെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. മാത്രമല്ല ഈ കൊള്ളിമീനുകൾ എന്ന് പറഞ്ഞാൽ കൊള്ളിമീനുകൾ അല്ലെങ്കിൽ വാൽ നക്ഷത്രം, അതിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം പിശാചിനെ എറിയപ്പെടുന്ന രാത്രിയാണെന്നാണ്, പിശാചിനെ ഓടിക്കുന്ന രാത്രിയാണ്. പിശാചിനെ ഓടിക്കാൻ വേണ്ടിയാണ് മലക്കുകൾ ഇങ്ങനെ തീ കൊണ്ടെറിയുന്നത്. അതാണ് ഈ കൊള്ളിമീൻ അല്ലെങ്കിൽ എന്താണ് വാൽ നക്ഷത്രം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ ആകാശത്തുള്ള ചില നക്ഷത്രങ്ങൾ മങ്ങിയ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ലൈലത്തുൽ ഖദറിന്റെ അടയാളത്തിൽ പെട്ടതാണ്. ഇനി അന്ന ശംസ തത്ലുഉ സുബീഹതഹാ ലാ ശുആഅ ലഹാ, അതായത് ലൈലത്തുൽ ഖദറിന് ശേഷം, അതായത് ഇന്നലെ രാത്രി ലൈലത്തുൽ ഖദർ ആയിരുന്നു എങ്കിൽ ഇന്നത്തെ സൂര്യൻ, ഇന്ന് രാവിലത്തെ സൂര്യന്റെ ആ പ്രകാശം അല്ലെങ്കിൽ അതിന്റെ കിരണങ്ങൾ ഒരല്പം മങ്ങിയതായിരിക്കും. വലിയ വെട്ടമല്ല, ഒരു അല്പം മങ്ങിയ വെളിച്ചമായിരിക്കും സൂര്യന് ഉണ്ടാവുക. ലൈലത്തുൽ ബദർ, 14 രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ നമുക്ക് തോന്നും സൂര്യനെ പെട്ടെന്ന് കണ്ടാൽ. പിന്നെയോ മറ്റൊരു അടയാളമാണ് നായകളും കഴുതകളും ഒക്കെ അതിന്റെ കരച്ചിൽ, അതിന്റെ ഓരിയിടൽ നിർത്തിവെക്കുമെന്നാണ്. പിന്നെയോ അന്നത്തെ രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ ആ കടൽ വെള്ളം, അന്നത്തെ കടൽ വെള്ളത്തിന് ഉപ്പ് രസം കുറവായിരിക്കുമെന്ന്, അമ്ലസാന്ദ്രത കുറവായിരിക്കും. മാത്രമല്ല പിശാചുക്കളെ ബന്ധിച്ചിടുന്ന കാരണത്താൽ അന്നത്തെ രാത്രി സാധാരണ രാത്രി പോലെയല്ല, തെറ്റുകുറ്റങ്ങൾ കുറവായിരിക്കും. മാത്രമല്ല ഇന്നലത്തെ രാത്രി, ഇത് പ്രധാനപ്പെട്ടതാണ്. ഇന്നലത്തെ രാത്രി നമ്മളിൽ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുന്ന സമയത്ത് ഒരു കോരിത്തെരിപ്പ് നമുക്കുണ്ടായോ? ഒരു കോരിത്തെരിപ്പ് ദുആ ഒരു എന്താ പറയാ, ഒരു കോരിത്തെരിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അന്നാണ് ലൈലത്തുൽ ഖദർ. കാരണം ലൈലത്തുൽ ഖദറിന്റെ രാത്രി മലക്കുകൾ നമ്മളെ മുസാഫഹ ചെയ്യും. ആ മുസാഫഹ ചെയ്യുന്ന കാരണമാണ് നമുക്ക് ഇബാദത്ത് ചെയ്യുമ്പോ, നമുക്ക് നിസ്കരിക്കുമ്പോ, നമുക്ക് ദുആരക്കുമ്പോ, നമുക്ക് ദിക്റുകൾ ഔറാദുകൾ പറയുമ്പോ, ഖുർആൻ ഓതുമ്പോ ഒരു കോരിത്തെരിപ്പുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോ അന്നാണ് ലൈലത്തുൽ ഖദർ. കാരണം മലക്കുകൾ വന്ന് മുസാഫഹ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെയോ മറ്റൊന്നാണ്, നമുക്ക് ദുആ ചെയ്യുന്ന സമയത്ത് ഒന്ന് കരയാൻ പറ്റുമെന്നാണ്. ഏത് കഠിന ഹൃദയമുള്ളവരും ഒന്ന് കരഞ്ഞു പോകുമെന്നാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ. അപ്പൊ